തമിഴ് സിനിമകളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ വളരെ വ്യത്യസ്തമായ രീതിയിൽ മലയാളി പ്രേക്ഷകർക്കും അറിയാവുന്ന ഒരു താരമാണ് ഭാരതിരാജ. ഇന്ന് രാവിലെ എല്ലാവരും അറിഞ്ഞത് അദ്ദേഹത്തിൻ്റെ മരണവാർത്തയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണവാർത്ത ഇപ്പോൾ സൗത്ത് ഇന്ത്യൻ പ്രേക്ഷകരെ മുഴുവൻ ഞെട്ടിച്ചിരിക്കുകയാണ്. എന്തിനു പറയണം, മലയാളികളുടെ പ്രിയപ്പെട്ട മോഹൻലാലിനെ പോലും ഞെട്ടിച്ചിരിക്കുന്നു. വിദേശത്ത് മറ്റൊരു പടത്തിൻ്റെ ഷൂട്ടുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മോഹൻലാലിനെ തേടി ഈ ആഴ്ചയിലെത്തുന്ന രണ്ടാമത്തെ മരണവാർത്തയാണിത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എങ്ങനെ ഈ ദുഃഖം താങ്ങാനാകും എന്നറിയില്ല. മോഹൻലാലിനെ തുടരും എന്ന സിനിമയിലാണ് ഭാരതിരാജ അവസാനമായി അഭിനയിച്ചത് എന്നെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് അറിയാമായിരുന്നു മോഹൻലാലുമായി നല്ല സൗഹൃദം പുലർത്തുന്ന വ്യക്തി തന്നെയാണ് നമ്മുടെ ഭാരതിരാജ എന്നത്. അതുകൊണ്ട് തന്നെ ഭാരതിരാജയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എല്ലാവർക്കും മോഹൻലാലിനെക്കുറിച്ചും തുടരും എന്ന സിനിമയെക്കുറിച്ചും പറയാതെ പോകാൻ ആകില്ല. വളരെ കൃത്യമായി എല്ലാവരും ഭാരതിരാജയ്ക്ക് ആദരാഞ്ജലി അറിയിക്കുന്നതിനോടൊപ്പം തന്നെ മലയാളികളുടെ പ്രിയപ്പെട്ട തുടരും എന്ന സിനിമയിലെ കഥാപാത്രം എടുത്തുവച്ച് തന്നെയാണ് ആദരാഞ്ജലികൾ അറിയിക്കുന്നത്. തമിഴ് സിനിമയെ ഒരു വ്യത്യസ്ത രീതിയിലേക്ക് എത്തിച്ച് അതിൽ തന്നെ പല രീതിയിൽ കൊമേഴ്ഷ്യൽ ഹിറ്റ് ഉണ്ടാക്കിയ വ്യക്തിയാണ് നമ്മുടെ ഭാരതിരാജ എന്ന സംവിധായകൻ. ചിലർക്കൊക്കെയും ഭാരതിരാജ നടൻ എന്ന് മാത്രമായിരിക്കാം അറിയുന്നത്, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്തെ കുട്ടികൾക്ക്. ശരിക്കും ഭാരതിരാജ ഒരു സംവിധായകനാണ്. ഭാരതിരാജ എന്ന നടനേക്കാൾ എല്ലാവർക്കും ഒരു പടി മുകളിൽ ഇഷ്ടം ഭാരതിരാജ എന്ന സംവിധായകനെ തന്നെയായിരിക്കും. നല്ല നിറഞ്ഞ ചിരിയോടെ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയും സെറ്റുകളിൽ എപ്പോഴും ചിരി പടർത്തുകയും അത്തരമൊരു പോസിറ്റീവ് എനർജി നൽകുന്നൊരു താരം കൂടിയാണ് ഭാരതിരാജ. ഒരാൾക്ക് പോലും അദ്ദേഹത്തിനെക്കുറിച്ച് മോശം പറയാനില്ല. ഒരാൾക്ക് പോലും അദ്ദേഹത്തിനെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ ദേഷ്യത്തെക്കുറിച്ച് പറയാനില്ല. സ്വാഭാവികമായി സംവിധായകന്മാരെല്ലാം സെറ്റിൽ പൊതുവെ ദേഷ്യപ്പെടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അവരുടേതായ രീതിയിൽ ഷോട്ടുകൾ റെഡിയായില്ലെങ്കിൽ, അവരുടേതായ രീതിയിൽ ഷൂട്ട് മുന്നോട്ട് പോയില്ലെങ്കിൽ ഒക്കെ തന്നെയും സംവിധായകന്മാർ ദേഷ്യപ്പെടാറുണ്ട്. എന്നാൽ അങ്ങനെ ഒന്നും തന്നെ ആരോടും ദേഷ്യപ്പെടാതെ എല്ലാ ആർട്ടിസ്റ്റുകൾക്കും അതിൻ്റേതായ ഒരു വാല്യൂ കൊടുത്തു നിൽക്കുന്നൊരു വ്യക്തി കൂടിയാണ് ഭാരതിരാജ. എപ്പോഴും വെളിപ്പെടുത്താറുമുണ്ട് ഇത്തരത്തിലൊരു വാർത്തയെക്കുറിച്ച്. സോഷ്യൽ മീഡിയയിൽ എല്ലാവരും വളരെയധികം വേഗം മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റുന്ന ഒരു വാർത്തയായി മാറുന്നതിനോടൊപ്പം മോഹൻലാലിൻ്റെ ഈ ഒരു അവസ്ഥയെക്കുറിച്ച് കൂടി ചോദിക്കുന്നു. സലിം കുമാറിൻ്റെ മരണവാർത്ത കേട്ട് തകർന്നിരിക്കുകയായിരുന്ന മോഹൻലാലിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ഒരു വാർത്ത കൂടി എത്തുന്നത്. അതുകൊണ്ട് തന്നെ മോഹൻലാൽ ഇതെങ്ങനെ ഉൾക്കൊള്ളുമെന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. മോഹൻലാൽ മാത്രമല്ല, സൗത്ത് ഇന്ത്യൻ പ്രേക്ഷകർക്ക് തന്നെ ഒരു ഞെട്ടൽ തന്നെയാണ്. തരുൺ മൂർത്തി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ മോഹൻലാലിനൊപ്പം പഴയകാല നടി ശോഭനയും പ്രധാന വേഷങ്ങളിലെത്തിയിരുന്നു. പാലക്കാട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഈ ചിത്രത്തിന് ഷൂട്ടിംഗ് നടന്നിട്ടുണ്ടായിരുന്നു. എന്ന ചിത്രത്തിൽ ശ്രദ്ധേയമായ ഒരു കഥാപാത്രം അവതരിച്ച് സിനിമയിലെ പഴയകാല സ്റ്റണ്ട് മാസ്റ്ററായി പളനിസ്വാമിയായിട്ടാണ് എത്തിയത്. അതായത് ഈ സിനിമയിൽ തുടരും എന്ന മോഹൻലാലിൻ്റെ സിനിമയിൽ മോഹൻലാലിൻ്റെ കഥാപാത്രവുമായി വളരെ അടുത്തു നിൽക്കുന്ന ഒരു കഥാപാത്രമായിരുന്നു ഭാരതിരാജ വഹിച്ചിരുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.